US-ഇറാൻ ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതിൽ ആശങ്ക ഉന്നയിച്ച് US സെനറ്റ് അംഗം. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്റ് അംഗം റിക് സ്കോട്ട് ആണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ആശങ്ക ഉന്നയിച്ച് രംഗത്തെത്തിയത്. കാരണം പാകിസ്ഥാന് ഇറാനും US-ഉം തമ്മിൽ വ്യത്യസ്ത താല്പര്യമുണ്ട്. അതിനാൽ പൂർണ്ണമായും നിഷ്പക്ഷ മധ്യസ്ഥനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഒന്ന് നന്നാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ലോകമെമ്പാടും, അതായത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് വ്യക്തമായി അറിയാം പാകിസ്ഥാൻ തീവ്രവാദത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും ഇന്ത്യ ശക്തമായ തെളിവുകൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യ തെളിവുകൾ സഹിതം നിർത്തിയതാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയാണ് അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥതയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ എത്തിയത്. പക്ഷേ US-ലെ സെനറ്റ് അംഗം അടക്കം ഇറാൻ അടക്കം പാകിസ്ഥാനെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പാകിസ്ഥാനെതിരെ മുൻകാലങ്ങളിൽ ചില ഭീകര സംഘടനകൾക്ക് സുരക്ഷിത താവളം നൽകുന്ന ആരോപണം പാകിസ്ഥാന്റെ മേൽ കരുനിഴൽ പോലെയുണ്ട്. അതിനാൽ ചില പാശ്ചാത്യ രാജ്യങ്ങൾ പാകിസ്ഥാന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാറുണ്ട്. ഇറാൻ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ പ്രധാന കാര്യമായി വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലെ അതിർത്തി മേഖലയിൽ ഇടയ്ക്കിടെ സുരക്ഷാ പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരം പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ഇറാൻ എത്രത്തോളം വിശ്വസിക്കുമെന്നതും ഒരു ചോദ്യമാണ്. കൂടാതെ സൗദി അറേബ്യ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ US-ഇറാൻ ബന്ധത്തിൽ സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥനായാൽ അത് പ്രാദേശിക സമവാക്യങ്ങളെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. ഇറാനിലെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് നടത്തിയ പരാമർശമാണ് പുതിയ വാദങ്ങൾക്ക് കാരണമായത്. ഷഹബാസ് ഷരീഫിനെ ഈ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ പങ്കിനെ സംശയിച്ച് റിക് സ്കോട്ട് അടക്കമുള്ളവർ രംഗത്തെത്തിയത്. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ശരിക്കും ആരാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് റിക് സ്കോട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം, പതിറ്റാണ്ടുകളോളം ബിൻലാദറിന് താമസിക്കാൻ ഒളിയിടമാക്കിയ, മതനിന്ദ ആരോപിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച, വംശഹത്യ നടത്തിയ ഇറാനിലെ ഭരണാധികാരിയെ പ്രതികരിച്ച പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും മധ്യസ്ഥൻ വഹിക്കാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യാതൊരു അധികാരവും യോഗ്യതയും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇത് ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും US സെനറ്റ് അംഗം പറയുന്നുണ്ട്. അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അലി ഖമേനിയെ പ്രകീർത്തിച്ച് സംസാരിച്ചതാണ് ചില US പാർലമെന്ററി അംഗത്തിനെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചത്. അലി ഖമേനി മഹാനായ പണ്ഡിതനും അതോടൊപ്പം തന്നെ നേതാവാണെന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് ഷരീഫ് ഇറാനും പാകിസ്ഥാനും സഹോദര രാജ്യങ്ങളാണെന്നും ഏത് തരത്തിലും തങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നുമാണ് ഷഹബാസ് ഷരീഫ് പറഞ്ഞത്. ഈ പ്രതികരണമാണ് US-ൽ വീണ്ടും ഒരു പ്രതിഷേധത്തിന് വഴിവെച്ചത്. നേരത്തെ മറ്റൊരു സെനറ്റ് അംഗമായ ലിൻഡി ഗ്രാമും പാകിസ്ഥാന്റെ മധ്യസ്ഥതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു സെനറ്റ് അംഗം കൂടി പാകിസ്ഥാന്റെ മധ്യസ്ഥതയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. കൂടാതെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ കൂടുതൽ സ്വാധീനം നേടുന്നത് ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ അത് ബാധിക്കുമോ എന്ന ആശങ്ക ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.